അയൽവാസിയുടെ നീക്കങ്ങൾ ഓരോന്നും കൃത്യമായി നിരീക്ഷിച്ച് നടപ്പാക്കിയ ആസൂത്രിതമായ കവർച്ച. മോഷണ മുതലായ 1,300,000 പവനും സൂക്ഷിക്കാൻ കട്ടിലിനകത്ത് പ്രത്യേക അറ. വളപട്ടണത്ത് അരിമൊത്ത വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് വൻ മോഷണം നടത്തിയ പ്രതി അയൽവാസിയാണെന്ന വിവരം നാടിനെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. വളരെ ആസൂത്രിതമായി മോഷണം നടത്തിയ പ്രതി ലിജീഷ് കേരള പോലീസിന്റെ അന്വേഷണ മികവിന് മുന്നിൽ കുടുങ്ങിയെന്ന് വേണം പറയാൻ. മോഷണം മുതലായ 1 കോടി രൂപയും 300 പവനും പ്രതി ലിജീഷ് ഒളിപ്പിച്ചത് കട്ടിനുള്ളിൽ ഉണ്ടാക്കിയ പ്രത്യേക അറയിലാണെന്നും പോലീസ് കണ്ടെത്തി. പിടിയിലായ ലിജീഷ് മുൻപ് മോഷണ കേസുകളിൽ പ്രതിയാണെന്നതും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഇയാളുടെ വിരലടയാളം പരിശോധിച്ചിരുന്നു. ഇതിൽ നിന്ന് കണ്ണൂർ കീച്ചേരിൽ 1.5 വർഷം മുൻപ് മോഷണം നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളവുമായി സാമ്യമുണ്ടെന്നും വ്യക്തമായി. മോഷണം നടന്ന KP അഷ്റഫിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് ലിജീഷ് താമസിക്കുന്നത്. ഒരു മതിലിന് ഇരുവശങ്ങളിലായാണ് 2 വീടുകളും. അഷ്റഫിന്റെ വീട് ലിജീഷ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു. അത്തരത്തിൽ അഷ്റഫിന്റെ നീക്കങ്ങളും പോയിവരവുമെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു പ്രതി. നവംബർ 19-ന് അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിലേക്ക് പോയെന്ന് മനസ്സിലാക്കിയ പ്രതി മോഷണം നടത്തുകയായിരുന്നു. 1 കോടി രൂപയും 300 പവനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇതിന്റെ പകുതി ആദ്യത്തെ ദിവസം കൈവശപ്പെടുത്തി. പിന്നീട് 21-ാം തീയതി വീണ്ടും വീട്ടിൽ കയറി അവശേഷിക്കുന്ന സ്വർണവും പണവും കവർന്നു. CCTV ദൃശ്യം കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ പ്രധാന അന്വേഷണം. എന്നാൽ ലഭിച്ച ദൃശ്യങ്ങളിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. ധരിച്ച ഷർട്ടിന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലാവുന്നത്. ഞായറാഴ്ച പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. വൈകിട്ട് തിരിച്ചു വാങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഇത് തിരികെ വാങ്ങാൻ എത്തിയപ്പോഴാണ് ലിജീഷിനെ കസ്റ്റഡിയിലെടുത്തത്. മോഷണം നടന്ന ദിവസം പോലീസ് അയൽവാസിയായ ലിജീഷിന്റെ വീട്ടിലും എത്തിയിരുന്നു. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടിരുന്നോ എന്ന് പോലീസ് ലിജീഷിനോട് അന്വേഷിച്ചു. ഇല്ലെന്നായിരുന്നു ഇയാളുടെ മറുപടി. അതേസമയം ലിജീഷിന്റെ തലയിലും ശരീരത്തിലും ചിലന്തിവലകൾ ഉണ്ടായിരുന്നു. മോഷണം നടന്ന സ്ഥലത്തും ഈ ചിലന്തിവലകൾ ഉള്ളതായി പോലീസ് ശ്രദ്ധിച്ചിരുന്നു. പ്രതിയുടെ ശരീരത്തിലെ ചിലന്തിവലകൾ കണ്ട പോലീസ് എന്തു പറ്റിയതാണെന്ന് അന്വേഷിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ ലിജീഷിനായില്ല. ഇത്തരത്തിലുള്ള കൃത്യമായ ലീഡുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞായറാഴ്ച രാവിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 6 മണിക്ക് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വൈകിട്ട് 6 വരെ ചോദ്യം ചെയ്തു. എന്നാൽ ഈ സമയത്തൊന്നും കുറ്റം സമ്മതിക്കാൻ ഇയാൾ തയ്യാറായില്ല. ഇതിനുശേഷം കൃത്യമായ വസ്തുതകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ മോഷണം നടത്തിയത് താനാണെന്ന് പ്രതി സമ്മതിക്കുകയായിരുന്നു. പിന്നാലെ പ്രതിയെ വീട്ടിലെത്തിച്ച് തൊണ്ടി മുതൽ വീണ്ടെടുത്തു. കട്ടിലിനുള്ളിൽ പ്രത്യേക അറയുണ്ടാക്കി പണവും സ്വർണവും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന നിലയിലായിരുന്നു. 1.20 കോടി രൂപയും 300 പവനുമാണ് പിടിച്ചെടുത്തത്. വെൽഡിംഗ് തൊഴിലാളിയാണ് ലിജീഷ്. ഈ വൈദഗ്ധ്യം ഉപയോഗിച്ച് കമ്പി തകർത്താണ് പ്രതി അകത്ത് കയറി ലോക്കറിൽ നിന്ന് പണവും സ്വർണവും മോഷ്ടിച്ചെടുത്തത്. നേരത്തെ കണ്ണൂർ കീച്ചേരിയിൽ വീട്ടിൽ നിന്ന് ലിജീഷ് 11 പവൻ മോഷ്ടിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. അന്ന് തൊണ്ടി മുതൽ കണ്ടെത്താനോ പ്രതിയെ പിടികൂടാനോ സാധിച്ചിരുന്നില്ല. വിരലടയാളത്തിൽ നിന്നാണ് അന്ന് മോഷണം നടത്തിയത് ഇയാൾ തന്നെയാണെന്ന് പോലീസിന് മനസ്സിലായത്. കട്ടിലിനുള്ളിലെ അറ മുൻപ് കവർന്ന മോഷണ മുതലുകൾ സൂക്ഷിക്കാൻ അന്ന് നിർമ്മിച്ചതാകാൻ സാധ്യതയെന്നാണ് പോലീസിന്റെ അനുമാനം. ജനലിന്റെ ഗ്രിൽ ഇളക്കി മാറ്റി അകത്ത് കടന്ന് കിടപ്പുമുറിയിലെ ലോക്കറിൽ സൂക്ഷിച്ച പണവും ആഭരണങ്ങളുമാണ് കവർന്നത്. ഒരാൾ മാത്രമാണ് മോഷണത്തിന് പിന്നിലെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കിയിരുന്നു. റൂറൽ SP അനൂജ് പലിവാളിന്റെയും കണ്ണൂർ സിറ്റി ACP TK രത്നകുമാറിന്റെയും നേതൃത്വത്തിലുള്ള 25 സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.